യെസ്, അഡ്വക്കേറ്റ് സേനാപതി വേണു, എന്തായാലും തെളിവുകളുണ്ട്. എന്തുകൊണ്ട് ഈ വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം വേണം? അത് കൃത്യമായിട്ട് ടി.പി. ജയേന്ദ്രൻ മാസ്റ്റർ അത് വിശദീകരിച്ച് കഴിഞ്ഞു. പക്ഷേ പിണറായിയാണ് വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ വിജിലൻസ് കോടതിയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവ് കിട്ടുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? താങ്കൾ ആ ആശങ്ക തുടക്കത്തിൽ ആമുഖത്തിൽ തന്നെ അത് പ്രകടിപ്പിച്ചു. പക്ഷേ എങ്കിലും ഇതിൻ്റെ ഒരു ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് കോടതി ഒരു അന്വേഷണത്തിന് ഉത്തരവിടേണ്ടതല്ലേ? അന്വേഷണം ഏത് രീതിയിൽ പോകും, അല്ലെങ്കിൽ വഴിതെറ്റിപ്പോകും, അതൊക്കെ നമുക്കറിയാം വിജിലൻസിൻ്റെ കയ്യിൽ. കാരണം കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ മുകളിൽ നിന്നാണല്ലോ കൊടുക്കുന്നത്. അതിനനുസരിച്ച് അവർക്ക് പോകാൻ പറ്റുള്ളൂ. അത് ലംഘിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ ഭാവി എന്തായിരിക്കുമെന്ന് നമുക്കറിയാം. നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ എങ്കിലും ഈ ഒരു വിഷയവുമായിട്ട് കോടതിയെ സമീപിക്കുമ്പോൾ കോടതിയിൽ നിന്ന് നീതിപൂർവകമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവ് ലഭിക്കും എന്ന പ്രത്യാശയിൽ തന്നെയായിരിക്കുമല്ലോ മാത്യു കുഴൽനാടൻ കോടതിയെ സമീപിച്ചത്. തീർച്ചയായും കാരണം ഈ കാര്യങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. മാത്യു കുഴൽനാടന്റെ ആവശ്യം കോടതി നേരിട്ട്, അതല്ല എങ്കിൽ കോടതിയുടെ മോണിറ്ററിംഗിൽ മാത്രം ഒരു അന്വേഷണം നടന്നുവെങ്കിൽ മാത്രമേ ഇത് തെളിയിക്കപ്പെടുകയുള്ളൂ. അതല്ല എങ്കിൽ ഒരു സംശയവും വേണ്ട, വിജിലൻസ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ളതാണ്. ആ വിജിലൻസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ അടുത്ത 24 മാസക്കാലത്തേക്കെങ്കിലും ഒരു റിപ്പോർട്ടും കൊടുക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഇതിന്റെ അകത്ത് വസ്തുനിഷ്ഠപരമായ ഒരു അന്വേഷണം നടക്കണം. കാരണം കേരളത്തിലെ പൊതുസമൂഹം അറിയാൻ ആഗ്രഹിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അത് ഇവിടെ മാത്രമല്ല. ഞാനിപ്പോൾ ബഹുമാന്യായ ശ്രീ ബൽദേവ് സാറിനോട് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. CPM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി, നമ്മളൊക്കെ മീൻ മേടിക്കാൻ മാർക്കറ്റിൽ പോകുമ്പോൾ 500 രൂപ 1000 രൂപ കൊണ്ടുപോകുന്ന ലാഘവത്തിലാണ് 1 കോടി രൂപയുമായിട്ട് ബാങ്കിലേക്ക് പോയിരിക്കുന്നത്. സാർ, 1 കോടി രൂപ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ബാങ്കിലേക്ക് പോകുന്നത്, നമ്മളൊക്കെ പച്ചക്കറി മേടിക്കാൻ മാർക്കറ്റിൽ പോകുമ്പോൾ കൊണ്ടുപോകുന്ന സഞ്ചി, ആ സഞ്ചിക്കകത്ത് 1 കോടി രൂപയുടെ ലിക്വിഡ് കറൻസിയുമായിട്ടാണ് പോകുന്നത്. ഇത് എവിടുന്നാ സാർ ഇവർക്ക് ഇതൊക്കെ വരുന്നത്? ഇതുപോലെ 5 or 6 രഹസ്യ അക്കൗണ്ട്, ബക്കറ്റ് പിരിവ്. അല്ല, അതാണ് ബക്കറ്റ് പിരിവിലൂടെ ഇങ്ങനെ കോടികൾ കിട്ടാനുള്ള സോഴ്സ്. ഇത് എങ്ങനെ കേരളത്തിലെ CPM-നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ CPM നമ്മളോട് പറയുന്നത്, ഞങ്ങള് എന്താ പറഞ്ഞ, ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചിട്ടില്ല, ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് ഞങ്ങൾക്കാരും പണവും തന്നിട്ടില്ല. അതൊക്കെ ശരിയാണ്. നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കാതെ വരുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹം ഇതൊക്കെ കാണുകയാണ്. ജില്ലാ സെക്രട്ടറി വൈകുന്നേരം ബാങ്കിലേക്ക് 1 കോടി രൂപയുമായിട്ട് പോകുന്നു. ആ 1 കോടി രൂപയ്ക്ക് കണക്കുണ്ടോ, അക്കൗണ്ട് ഉണ്ടോ? ഇതെവിടെ നിന്നാണ് ഈ വ്യാജ അക്കൗണ്ടുകൾ, ഇല്ലെങ്കിൽ ഈ അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള പണം ഈ പാർട്ടിയുടെ കയ്യിൽ കുമിഞ്ഞു കൂടിയിരിക്കുന്നത്? ഇപ്പൊ കരുവന്നൂരിലെ ഒരു ബാങ്കിന്റെ മാത്രമല്ലല്ലോ, എത്രയോ വലിയ തട്ടിപ്പുകൾ കേരളത്തിൽ നടക്കുന്നു. ഈ തട്ടിപ്പുകളുടെ എല്ലാം പിന്നിൽ എന്താ പറഞ്ഞ, വലിയ രീതിയിലുള്ള അൺഹോളി നെക്സസ് ബിറ്റ്വീൻ ഇവർ പാർട്ടി ബന്ധപ്പെടാൻ ഒരിക്കലും പാടില്ലാത്തവരുമായിട്ടുള്ള, അതിനാണല്ലോ മൂലധന ശക്തികൾ എന്ന് പാർട്ടിയുടെ തന്നെ കണക്കിൽ പറയുന്നത്, ആ ശക്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വൈദേഹം റിസോർട്ടിനെ കുറിച്ച് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആ റിസോർട്ടിന്റെ ഉടമ അത് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും അദ്ദേഹത്തിന് ഉടമസ്ഥാവകാശമില്ലായിരിക്കാം, അദ്ദേഹത്തിന്റെ ഭാര്യയും മകനുമാണ്. അതിന് പറയുന്ന ന്യായീകരണം എന്താ? ജില്ലാ ബാങ്കിൽ അതിന്റെ സെക്രട്ടറി ആയിട്ടിരുന്ന ആള്, അല്ലെങ്കിൽ മാനേജർ ആയിട്ടിരുന്ന ആള് റിട്ടയർ ആയപ്പോൾ അവർക്ക് കിട്ടിയ റിട്ടയർമെന്റ് ബെനിഫിറ്റ് വഴിയാണ് ഈ കമ്പനി ഫോം ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിന്റെ മുതൽ മുടക്ക് എത്രയാണ്? 35 കോടി രൂപയാണ്. ഈ കാര്യം ആരാണ് പാർട്ടിയിൽ ആദ്യം ഉന്നയിക്കുന്നത്? പാർട്ടിയുടെ മറ്റൊരു സംസ്ഥാന കമ്മിറ്റി അംഗം CP ജയരാജൻ. ഏതായാലും നമ്മളെല്ലാം വിചാരിച്ചു ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുമെന്ന്. ഒരന്വേഷണവും നടക്കുന്നില്ല. ഏറ്റവും അവസാനം നമ്മൾ കാണുന്നത് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള കമ്പനി ഇത് നിരാമയുമായി ചേർന്നുകൊണ്ട്, ഞാൻ പറഞ്ഞു വന്നത്, CPM പോലൊരു പാർട്ടി, ഇത് തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയാണല്ലോ. ഇവര് നാഴികയ്ക്ക് 40 വട്ടം ഈ നാട്ടിലെ പൊതുസമൂഹത്തോട് പറയുന്നത്, ഞങ്ങൾ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ, ഞങ്ങൾ തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയാണ്. ആ തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി ഇപ്പോഴും ചുമടെടുക്കുന്നവനും പാറ പൊട്ടിക്കുന്നവനും തെങ്ങിൽ കയറുന്നവനും ചെത്തുകാരനും ഒക്കെ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് നാളെ സോഷ്യലിസം വരും, നാളെ സോഷ്യലിസം വന്നു കഴിയുമ്പോൾ ഞങ്ങളും ടാറ്റയെ പോലെ ബിർളയെ പോലെ ഞങ്ങളും ആകുമെന്നാണല്ലോ ഈ പാവങ്ങളെ ഇപ്പോഴും പറഞ്ഞു പഠിപ്പിക്കുന്നത്. തൊഴിലാളിയുടെ കഞ്ഞിയോടെയാണല്ലോ മുട്ടിച്ചത് തിരുവനന്തപുരം.
അതെ അതെ. എന്നിട്ട് ആ തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഒക്കെ ഒരു ഉളുപ്പുമില്ലാതെ 1 കോടി രൂപയുമായിട്ട് ബാങ്കിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷം. ജീവിതത്തിൽ എന്താ പറഞ്ഞേ, ഒരു സേവനവും ഒരു കമ്പനിക്ക് കൊടുക്കാതെ 1.72 കോടി രൂപ 1.72 കോടി രൂപ. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു മാസം കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് വ്യക്തി എന്ന നിലയിൽ 5 ലക്ഷം രൂപയും കമ്പനി. അതൊക്കെ പീനട്സ് ആണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. അല്ല 1 കോടിയൊക്കെ പീനട്സ് ആണ്, 1 കോടിയൊന്നും അല്ല. അല്ല, ഞാൻ പറഞ്ഞത് ഇത് ഒരു കാലത്തിന്റെ കാവ്യനീതിയാ. ഇത് ഒന്നൊന്നായി പുറത്തേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ ഇതിനെ എത്ര മറയ്ക്കാൻ ശ്രമിച്ചാലും, ഏതൊക്കെ രീതിയിലുള്ള നുണപ്രചരണവും അതുപോലെ തന്നെ എന്താ പറഞ്ഞ പാർട്ടിയിൽ ഇതിനെ ന്യായീകരിക്കാനുള്ള ന്യായീകരണ തൊഴിലാളികൾ വന്നാലും കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എത്തിയിരിക്കുന്ന ജീർണത. ആ ജീർണതയുടെ പ്രതിഫലനമാണ് ഓരോ ദിവസവും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കണക്കുകൾ, ഓരോ ദിവസവും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പുതിയ രേഖകൾ. സത്യം പറഞ്ഞാല് CPM എന്ന് പറയുന്ന ഒരു പാർട്ടി ഈ കാര്യത്തെക്കുറിച്ച്, എല്ലാ കാര്യത്തെക്കുറിച്ചും അന്വേഷണം നടത്തുന്ന ഒരു പാർട്ടിയാണല്ലോ. പാർട്ടി നമ്മളോട് പറയുന്നത് എന്താ? വിമർശനം, സ്വയം വിമർശനം. ഇപ്പൊ വിമർശനേ ഉള്ളൂ, സ്വയം വിമർശനമൊന്നുമില്ല. ആ വിമർശനവും സ്വയം വിമർശനവും നടത്തേണ്ട പാർട്ടി ഇതിനെക്കുറിച്ച് എന്തിന് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇത്രയും പ്രതിഫലം ഈ കമ്പനി കൊടുത്തിരിക്കുന്നു? ഇതിനെക്കുറിച്ച് പാർട്ടിയല്ലേ അന്വേഷണം നടത്തേണ്ടത്? അന്വേഷണം നടത്തി സത്യസന്ധമായ വിവരം പാർട്ടി പുറത്തു കൊണ്ടുവരണം. അത് പാർട്ടിയുടെ ഒരു ധാർമ്മികതയാണ്. പാർട്ടി പുറത്തു കൊണ്ടുവരില്ല. ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള മാർഗം എന്ന് പറയുന്നത് നിയമത്തിന്റെ വഴിയാണ്. ആ നിയമത്തിന്റെ വഴിയിൽ ഒരു കോടതിയുടെ മുമ്പാകെ ഹാജരാക്കാൻ ഇന്ന് ലഭ്യമായിട്ടുള്ള രേഖകൾ, ഇതെല്ലാം പൊതുമണ്ഡലത്തിലുള്ള രേഖകളാണ്. ആ രേഖകളെല്ലാം ബഹുമാന്യനായ മൂവാറ്റുപുഴയുടെ MLA ശ്രീ മാത്യു കുഴൽനാടൻ അദ്ദേഹം ഹാജരാക്കിയിരിക്കുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നത് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം വിജിലൻസ് കോടതിക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കോടതി ഈ കാര്യത്തിൽ സത്യസന്ധമായ ഒരു അന്വേഷണത്തിന് ഉത്തരവിടുമെന്നും, അങ്ങനെ സത്യസന്ധമായ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ട് കഴിഞ്ഞാൽ CMRL എന്ന് പറയുന്ന കമ്പനി എന്തിനു വേണ്ടി 1.72 കോടി രൂപ കൊടുത്തു, അതുകൊണ്ട് അവർക്കുണ്ടായിരിക്കുന്ന നേട്ടം എന്താണ്? ആ നേട്ടം അവർക്കുണ്ടാക്കുന്നതിന് അവരെ വഴിവിട്ട് സഹായിച്ചവരാരൊക്കെയാണ്? ഈ കാര്യങ്ങൾ കൃത്യമായി അന്വേഷണത്തിലൂടെ പുറത്തു വരും. അന്വേഷണത്തിലൂടെ പുറത്തു വന്നു കഴിഞ്ഞാൽ ഇവിടെ ബൽദേവ് സച്ചിദാനന്ദൻ പറഞ്ഞതുപോലെ ഇത് സിവിൽ കേസോ അതല്ല എങ്കിൽ 2 വ്യക്തികൾ തമ്മിലുള്ള എഗ്രിമെന്റോ ഇതൊന്നുമല്ല. ഇത് മാസപ്പടിയാണ്, കൈക്കൂലിയാണ്, അഴിമതിയാണ്. ആ അഴിമതിക്കെതിരെ കേരളത്തിലെ പൊതുസമൂഹം ഉണർന്ന് ചിന്തിക്കേണ്ട ഒരു സമയം. ആ സമയമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരുടെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുടെ മുഖംമൂടി, ആ മുഖംമൂടി വലിച്ച് പിച്ചി ചീന്തപ്പെട്ടിരിക്കുകയാണ്. ഇനി അവർക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അഴിമതിക്കെതിരെ ശബ്ദിക്കുവാൻ അവർക്ക് കഴിയില്ല. അതിന് ധാർമ്മികമായി അവർക്ക് അവകാശമില്ല എന്ന് കേരളത്തിന്റെ മുമ്പിൽ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അത് നിയമയുദ്ധം തുടരും. ശ്രീ മാത്യു കുഴൽനാടൻ തന്നെ അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നു. യെസ് അമ്പ്യ. അടുക്ക ബലദേവ്, ഇത് PVയുടെയോ അല്ലെങ്കിൽ വീണയുടെയോ കുടുംബകാര്യമല്ല. ഇത് കേരളത്തിൻ്റെ അമൂല്യമായ പൊതുസ്വത്ത് കൊള്ള ചെയ്ത വിഷയമാണ്. ഇപ്പോൾ താങ്കൾ ചോദിച്ചല്ലോ ഇതിനെന്താണ് ഈ ഒരു പബ്ലിക് ഡൊമൈനിൽ ഇതിനെന്താണ് പ്രസക്തി? ഇത് 2 സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ടല്ലേ, അങ്ങനെ കണ്ടാൽ പോരെ? അങ്ങനെ കാണാൻ പറ്റില്ല സാർ. ഇത് വിശാലമായ ഒരു ക്യാൻവാസിൽ തന്നെ കാണേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ആവർത്തിച്ച് പറയുന്നത്. ഇനി കോടതി തീരുമാനിക്കട്ടെ. കോടതിക്ക് അറിയാമല്ലോ, ന്യായാധിപന് അറിയാമല്ലോ. അദ്ദേഹം ഈ രേഖകളൊക്കെ പരിശോധിക്കട്ടെ. ഈ കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഖനനാനുമതി റദ്ദാക്കിയിട്ടും എന്തുകൊണ്ട് കേരളത്തിൽ കരിമണൽ ഖനനവുമായിട്ട് മുന്നോട്ട് പോകാൻ CMRLന് അനുമതി നൽകി? 4 വർഷം, 1-2 വർഷമല്ല, 4 വർഷം അവർ മുന്നോട്ട് പോയി. അതൊക്കെ കോടതി പരിശോധിക്കട്ടെ. കോടതി പരിശോധിക്കുമ്പോൾ തെളിവുകൾ ധാരാളമല്ലേ അഡ്വക്കേറ്റ് ബലദേവ്? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. ഇവിടെ നെറ്റ് പ്രോബ്ലം പോലെ. ഇവിടെ ബഹുമാനപ്പെട്ട ജയചന്ദ്രൻ മാസ്റ്റർ ഇതിനിടയ്ക്കൂടെ സ്പ്രിങ്ക്ലർ ഒന്ന് പറഞ്ഞു, അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. പിന്നെ നമ്മുടെ സുപ്രീം കോടതി കേശവാനന്ദ ഭാരതി കേസിന് ശേഷം 38 ദിവസം തുടർച്ചയായിട്ട് 30 പെറ്റീഷൻസ് കേട്ടു. അതെന്തിനാണെന്നറിയാവോ? 2019 110 കോടി ആൾക്കാർക്കാണ് കേന്ദ്ര ഗവൺമെന്റ് ഇഷ്യൂ ചെയ്ത ID ഉള്ളത്. അത് സൂക്ഷിക്കുന്നത് CIDR ആണ്, സെൻട്രൽ ID റിപ്പോസിറ്ററി. അവിടുന്ന് ലക്ഷക്കണക്കിന് പേരുടെ ചോദിച്ചു. അതിന് 30 പേര് കേസ് ചെയ്യുന്നു. 38 ദിവസം തുടർച്ചയായിട്ട് സുപ്രീം കോടതി കേട്ടു.
കോടതിക്ക് ഒരു കൺക്ലൂഷൻ പോലും എത്താൻ പറ്റില്ല എങ്ങനെയാണ് ചോർന്നതെന്ന്. ഇത് സൂക്ഷിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് തന്നെ CIDR എന്ന ഏജൻസിയാണ്. അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ട് ഇപ്പൊ 7 കോടി പേർക്ക് പാസ്പോർട്ട് ഉണ്ട്. അതിന്റെ സെർവർ എന്ന് പറയുന്നത് TCS ടാറ്റ കൺസൾട്ടിംഗ് സർവീസ് ആണ്. ഇതൊക്കെയാണ് സൂക്ഷിക്കുന്നത്. അപ്പൊ ഇത് ചോർന്നു പോയത് കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ നിന്നാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആധാർ ചോർന്നത്. അതുപോലെ തന്നെ ആരോഗ്യ സേതു അതും കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ളതാണ്. അത് കോവിഡുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് ദേശീയ തലത്തിൽ ചോർന്നതായിട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നു. അപ്പൊ ഇത് സുപ്രീം കോടതിയിൽ കേസ് ചെന്നപ്പോൾ ആധാറിന്റെ ചെന്നപ്പോൾ ഒരു മറുപടിയും സുപ്രീം കോടതിക്ക് പറയാൻ പറ്റിയില്ല. ചീഫ് ജസ്റ്റിസ് മിശ്രയുടെ ബെഞ്ചിലാണ് അത് ചെന്നത്. അത് ഫുൾ ബെഞ്ചാണ് കേട്ടത്. അവിടെ ഇതിന് കാര്യം എന്താ വ്യക്തമായ തെളിവ് എങ്ങനെയാണ് ആധാർ ചോർന്നതെന്ന് ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. ബയോമെട്രിക് ആണ്, സാധാരണ രേഖകളല്ല ആധാർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് കേരളത്തിലെ കോവിഡുമായി ബന്ധപ്പെട്ട് സ്പ്രിംഗ്ലറുമായിട്ടുള്ളതിനേക്കാൾ 100 മടങ്ങ് വലുതാണ്. 110 കോടിയാണ് 2019 വരെ നമുക്കുണ്ടായിരുന്ന ആധാർ എന്ന് പറയുന്നത്. അപ്പൊ അത് ചോർന്നു. അതിന്റെ കേസ് ഇപ്പോഴും സുപ്രീം കോടതിക്ക് വിധി പറയാൻ കഴിഞ്ഞിട്ടില്ല. കാര്യം ആര് ചോർത്തി, എങ്ങനെ ചോർത്തി, അവിടെ അങ്ങനെ ആയതുകൊണ്ട് ഇവിടെ ഇതുപോലെ അല്ല അത് അങ്ങനെ പറയരുതല്ലോ. നിങ്ങൾക്ക് എന്തുവാകാം, ഞങ്ങൾക്ക് ഒന്നും ആയിക്കൂടാ എന്നുള്ളത് ഞങ്ങളല്ല. നിങ്ങൾ ചെയ്തുകൊണ്ട് ഞങ്ങൾ ചെയ്തതല്ല. നിങ്ങൾക്ക് എന്തുവാകാം. ബയോമെട്രിക് ആയിട്ടുള്ള ആധാർ ചോർന്നു, അതിനെതിരെ ഇവിടെ പ്രശ്നമൊന്നുമില്ല. സുപ്രീം കോടതി പോലും മിഴിച്ചു നിന്നു. കാര്യം തെളിവുകളില്ല കേന്ദ്ര ഗവൺമെന്റിനെ ഹാജരാക്കാൻ. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ CIDR ആണ് സൂക്ഷിക്കുന്നത്. സെൻട്രൽ ID റിപ്പോസിറ്ററി അവരാണ് സൂക്ഷിക്കുന്നത്. അതിനെക്കുറിച്ച് ഒന്നുമില്ല. ആരോഗ്യ സേതു ചോർച്ച വന്നു, അതിനെക്കുറിച്ച് റിപ്പോർട്ട് അതവിടെ നിൽക്കട്ടെ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാനിന്ന് പറഞ്ഞു പോയെന്നുള്ളേ ഉള്ളൂ. ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ അധികാരപ്പെട്ട ഏജൻസി എന്ന് പറയുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസും അല്ലെങ്കിൽ SFIOയുമാണ്. അവരുടെ അന്വേഷണം നടക്കുന്നു. ഇതിനകത്ത് സാമ്പത്തിക തിരിമറി നടന്നിട്ടുണ്ടെങ്കിൽ EDക്ക് അന്വേഷിക്കാം. EDയുടെ അന്വേഷണം നടക്കുന്നു. ചോദിച്ചത് SFIO വന്നത് എന്തിനാണ്? ഇതിനകത്ത് എന്തെങ്കിലും അലിഗേഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ, തെറ്റായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ SFIO അന്വേഷിക്കട്ടെ. അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എക്സാലോജിക്കിനെ കുറിച്ചും CMRനെ കുറിച്ചും SFIOയും EDയും ഒക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷിച്ച റിപ്പോർട്ടുകൾ പുറത്തു വരട്ടെ. ഞാൻ പറഞ്ഞത് ഇത് മാത്രമേ ഉള്ളൂ. മാത്യു കുഴൽനാടന് ഹാജരാക്കിയിരിക്കുന്ന 4 രേഖകൾ, ഈ 4 രേഖകളും ഈ പറഞ്ഞിരിക്കുന്ന CMRലും എക്സാലോജിക്കും തമ്മിലുള്ള ട്രാൻസാക്ഷനോ ആ 1,72,00,000 രൂപയായിട്ട് ലിങ്ക് ചെയ്യുന്ന യാതൊന്നും കോടതിയിൽ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു എവിഡൻസ് നിൽക്കില്ല. കാരണം അച്ഛൻ കൊല ചെയ്താൽ മകൻ ശിക്ഷിക്കപ്പെടണം എന്ന് പറയുന്ന പോലെയുള്ളൂ. അത് ഇതിനകത്ത് അതാണ്. ഇതിനകത്ത് അതും വരുന്നില്ല. കാരണം ഇവര് തമ്മിൽ യാതൊരു വിധമായ അച്ഛനും മകളും ബന്ധം വീട്ടിലാണ്, കോടതിയിലില്ല. അപ്പൊ അച്ഛനോ മകളോ അല്ലെങ്കിൽ മരുമകളോ ഒക്കെ ഉള്ള ബന്ധം, ഭാര്യയും ഭർത്താവ് ബന്ധമൊക്കെ നമുക്ക് വീട്ടിൽ വരുമ്പോൾ കോടതി വരുമ്പോൾ എന്തോ കിട്ടിക്കോട്ടെ, അത് അന്വേഷിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ അതിന്റെ നിയമവശങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ആ നിയമവശങ്ങൾ അത്രയേ ഉള്ളൂ. അത് ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് മാത്യു കുഴൽനാടൻ ഹാജരാക്കിയിരിക്കുന്ന ഈ 4 രേഖകളും ഈ പറഞ്ഞിരിക്കുന്ന ട്രാൻസാക്ഷനും അതുപോലെ തന്നെ ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഡിസിഷൻ ഒന്നുമായിട്ട് പരസ്പരം ലിങ്ക് ചെയ്യുന്ന രേഖകളല്ല ഇത്. ആ രേഖകൾ 4 ചുണ്ടല്ലോ ഞാൻ വായിച്ചു കേൾപ്പിച്ചല്ലോ. ആകെ ആ രേഖയിൽ പറയുന്ന 12/3/19 കേന്ദ്ര ഗവൺമെന്റ് സ്വകാര്യ വ്യക്തികൾക്കും പ്രൈവറ്റ് കമ്പനികൾക്കുള്ള മൈനിങ് നിർത്തിവെക്കാൻ ഉത്തരവിട്ടു. അത് നേരത്തെ ഉണ്ടായിരുന്ന അറ്റോമിക് മിനറൽസ് കൺസർവേഷൻ റൂൾസിന്റെ AMCRന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഒരു അമെന്റ്മെന്റ് ആണ്. സെക്ഷൻ 4A1 ബന്ധപ്പെട്ട 2 അമെന്റ്മെന്റുകൾ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ 1,72,00,000 അത് മാറ്റിവെക്കാം. ഇവിടെ 4 വർഷം അന്യായമായി ഖനനം ചെയ്തതിന്, അവിഹിതമായി കരിമണൽ ഖനനം ചെയ്തതിന് എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ പറ്റുമോ? കോടതിയെ ഈ വിഷയവുമായിട്ട് സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ അത് വേറെ കേസാണ്. ആ കേസ് ഇതുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റില്ല. 2019 അങ്ങനെ ഒരു ഓർഡർ വന്നതിന് ശേഷവും കേരളത്തിൽ എവിടെയെങ്കിലും മൈനിങ് ഏരിയയിൽ, അതായത് അറ്റോമിക് എനർജി ഡിവിഷന്റെ കീഴിൽ വരുന്ന മിനറൽസ് ആൻഡ് നിങ്ങൾക്ക് അറിയാവോ, ഞാൻ ആ യൂണിയന്റെ 20 വർഷത്തോളം ഏറ്റവും വലിയ യൂണിയൻ KMML യൂണിയന്റെ ഭാരവാഹിയായിരുന്നു. ചവറ KMML ടൈറ്റാനിയം മുതൽ നീണ്ടകര മുതൽ കായംകുളം വരെ 22 കിലോമീറ്റർ ദൂരത്തിലുള്ള ഭാഗത്തുള്ള ക്യൂ ഗ്രേഡ് എന്ന് പറയുന്ന കറുത്ത മണ്ണ് 13.65 ലക്ഷം ടൺ കരിമണ്ണുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. എന്ന് പറഞ്ഞാൽ ജയചന്ദ്രൻ മാഷ് പറഞ്ഞതുപോലെ 100 കണക്കിന് വർഷം കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ജീവിക്കാനുള്ള സമ്പത്ത് അവിടെ ഉണ്ട്. പക്ഷെ അത് കരുതി ചെയ്യാൻ എന്തുകൊണ്ടോ അത് പറ്റുന്നില്ല. അത് ഏറ്റവും നല്ല മണ്ണ് ക്യൂ ഗ്രേഡ്. മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ അറിയാത്ത മനസ്സിലാക്കും. ക്യൂ ഗ്രേഡ് എന്ന് പറയുന്ന മണ്ണ് കേരളത്തിൽ കൊല്ലത്ത് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ 22 കിലോമീറ്റർ ദൂരത്തിലേ ഉള്ളൂ. വേറെ കേരള കടത്തിരുത്തൊന്നും ആ ക്യൂ ഗ്രേഡ് മണ്ണില്ല. ആ ക്യൂ ഗ്രേഡ് മണ്ണിലുള്ള പ്രത്യേകത 1 കിലോ, അതായത് 80% വരെ കറുത്ത മണ്ണ് കിട്ടും.
ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ 20, 25, 5, 10% ഈ മിനറൽസ് കിട്ടും. ബാക്കിയെല്ലാം വേസ്റ്റ് മണ്ണായിട്ട് പുറത്തു പോകത്തേ ഉള്ളൂ. അത് മാത്രമല്ല, ഈ കിട്ടുന്ന മിനറുകളിൽ എല്ലാം മോണോസൈറ്റ്, ഇൽമനൈറ്റ്, റുട്ടൈല് തുടങ്ങി യുറേനിയം, ബിച്ചുമിനൈറ്റിന് വേണ്ടുന്ന എല്ലാ പദാർത്ഥങ്ങളും വളരെ റയർ ആയിട്ടുള്ള, അതാണ് ഈ ഇന്ത്യൻ റയർ എർത്ത് എന്ന് പറയുന്നത്. പക്ഷേ തമിഴ്നാട്ടിലുള്ള PV മിനറൽസ് എന്നൊരു കമ്പനി എങ്ങനെ ക്യൂ ഗ്രേഡ് മണൽ വിൽക്കുന്നു? ഇത് വർഷങ്ങളായിട്ട് വിൽക്കുന്നതാണ്. കൊല്ലം ഗ്രേഡ്, ക്യൂ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ കൊല്ലം ഗ്രേഡ്, ഞാനിൽ പറഞ്ഞ 80% കൂടുതൽ കറുത്ത മണ്ണ് കിട്ടുന്ന തമിഴ്നാട്ടിലെ PV മിനറൽസ് എന്ന് പറയുന്ന കമ്പനി ലോകത്തെ കയറ്റി അയക്കുന്നു. ഈ മണ്ണ് എവിടുന്ന് കിട്ടുന്നു? ഇത് തുടർച്ചയായിട്ട് ഇപ്പോഴല്ല, വർഷങ്ങളായിട്ട്. PV മിനറൽസിന്റെ ഉടമ PV മിനറൽസിന്റെ ഉടമ ആരും ആയിക്കോട്ടെ, ഞാൻ PV മിനറൽസ് എന്ന് പറയുന്ന കമ്പനി കേരളത്തിലെ നീണ്ടാര ഭാഗത്ത് കിട്ടുന്ന, കായംകുളം ഭാഗത്ത് കിട്ടുന്ന ക്യൂ ഗ്രേഡ് മണ്ണ് കള്ളക്കടത്ത് ചെയ്യുന്നു. അതെങ്ങനെയാണ് ക്യൂ ഗ്രേഡ് മണ്ണ് അവിടെ കിട്ടുമ്പോൾ നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. അപ്പൊ ഇവിടെ 2019 ഇങ്ങനെ ഒരു നിയമം വന്നെങ്കിൽ BJPക്ക് ബാധ്യതയില്ലേ? നിങ്ങളല്ലേ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ളവരെല്ലാം ഒത്താശ കൊടുക്കുന്നോണ്ടല്ലേ താങ്കൾ പറയുന്ന പോലെ ഈ കള്ളക്കടത്ത് നടക്കുന്നത്? അല്ല, അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നിയമം വന്നു. ആ നിയമം വന്നപ്പോൾ ആ നിയമം വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഖനനവുമായിട്ട് പോകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ 4 വർഷം അല്ല, കർത്തായുടെ അടുത്ത ഒരു ബന്ധു BJPയുടെ നേതാവെന്നുള്ള മറച്ചു വെച്ചുകൊണ്ടൊന്നും സംസാരിക്കേണ്ട. എന്നെക്കാൾ നല്ല അനിൽ നമ്പർക്ക് അറിയാം. ബന്ധുവിന്റെ പേര് ഞാൻ ഈ ചാനലിൽ കൂടെ പറയുന്നില്ല. കർത്താവിന്റെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഏറ്റവും അടുത്ത ബന്ധു BJPയുടെ ഒരു വലിയ നേതാവാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പേരെന്തായാലും പറയുന്നത് ശരിയല്ല. കർത്തയുടെ ഞാൻ ആരായിട്ട് വരും? ആരോ ആയിക്കോട്ടെ, ഞാനതല്ല ചെയ്യുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് ഈ 4 വർഷമായിട്ട് കേന്ദ്രം ഭരിക്കുന്ന ഇങ്ങനെ നിയമം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇതിന് കൂട്ടുനിന്നു? നിങ്ങൾക്കായിരുന്നല്ലോ, ഇതിന് കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ വരുന്നതാണ്, ഇത് സംസ്ഥാന ഗവൺമെന്റ്. ഇന്ത്യൻ റെയർ എർത്ത് എന്ന് പറയുന്നത് പരിപൂർണമായിട്ട് സെൻട്രൽ ലിസ്റ്റാണ്, സ്റ്റേറ്റ് ലിസ്റ്റ് അല്ല. ആ അറ്റോമിക് എനർജിയുടെ കീഴിൽ കേന്ദ്രം അനുവദിച്ചെങ്കിൽ മാത്രമേ സംസ്ഥാന ഗവൺമെന്റിന് പോലും ഖനനം ചെയ്യാൻ പറ്റും. IRE ക്യാമ്പിലും ഒക്കെ കേന്ദ്രം അനുവദിച്ചു. അതിന് മറുപടി ഇപ്പൊ മാഷെ, ഇപ്പോ വാദി പ്രതിയായി ആ അവസ്ഥയിലാണുള്ളത്. എല്ലാം കേന്ദ്ര സർക്കാർ ചെയ്ത അപരാധമാണ് എന്ന രീതിയിലാണ് അടുക്ക പലതേ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അല്ല, അഡ്വക്കേറ്റ് ബൽദേവിനെ പോലെ ഒരാളെ പഠിപ്പിക്കാൻ ഞാൻ ആളല്ല. കാരണം അദ്ദേഹത്തെ പഠിപ്പിക്കാൻ പറ്റില്ല നമുക്ക്. ഉറങ്ങുന്ന ഒരാളെ നമുക്ക് വിളിച്ചുണർത്താം, ഉറക്കം നടിച്ചു കിടക്കുന്ന ഒരാളോ ഒരുപക്ഷെ ഈ വേദിയിൽ വെച്ച് പറയുന്ന ബൽദേവ് സാറിന്റെ മനസ്സ് ഇതിന് വിരുദ്ധമാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ടാവും. നോക്കൂ, അദ്ദേഹം ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞ വാദഗതികൾ. ഒന്ന്, അദ്ദേഹം ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആധാറിന്റെ ചോർച്ചയെ കുറിച്ചൊക്കെ പറഞ്ഞു. ബൽദേവ് സാർ, ആധാറിന്റെ ചോർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിലെ നമ്മുടെ നരേന്ദ്രമോദിയുടെ വീട്ടിലെ ആരെങ്കിലും ഉത്തരവാദിയാണെങ്കിൽ ബൽദേവ് സാർ ഒരു സംശയവും വേണ്ട, അദ്ദേഹം രാജ്യദ്രോഹിയാണെന്ന് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. അത് അന്വേഷിച്ച കോടതിക്ക് പോലും അത് കണ്ടുകിട്ടുന്നില്ല. പക്ഷെ അതിനെ താങ്കൾ തുലനം ചെയ്യുമ്പോൾ താങ്കൾ മറച്ചു വെക്കുന്നത് അവിടെ ആരാണ് കൊണ്ടുപോയത് എന്ന്. അതിനെ ചോർത്താൻ കൽപ്പുള്ള അന്താരാഷ്ട്ര ശക്തികൾ അത് കൊള്ള ചെയ്ത് കൊണ്ടുപോയി. പക്ഷെ കേരളത്തിൽ അതല്ല സാർ ഉണ്ടായത്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകളാണ് ഈ ഡാറ്റ കൊള്ള ചെയ്യാൻ കൊടുത്തതിന്റെ പണം പറ്റുന്നത്. മകളുടെ പേരിൽ കമ്പനി ഉണ്ടാക്കി മകൾ ഇത് പണം പറ്റുന്നത് കേരളത്തിലെ നിങ്ങളെയും എന്നെയും വിൽക്കുന്നതിന് തുല്യമാണ്. ഇത് രണ്ടും താങ്കൾ തുലനപ്പെടുത്തരുത്. ഇനി രണ്ടാമത് താങ്കൾ പറഞ്ഞു മൈനിങ്ങും കാര്യങ്ങളും കേന്ദ്ര ഗവൺമെന്റിന്റെ കരുതിയിലുള്ളതാണ്. സാർ, നമ്മുടെ ചർച്ചാ വിഷയം അതാണ്. കേന്ദ്ര ഗവൺമെന്റ് വളരെ കൃത്യമായി ഇത് കൊള്ള ചെയ്യുന്നത് തടയാൻ വേണ്ടിയാണ് പൊതുമേഖലയിൽ മാത്രമേ ഈ കരിമണൽ ഖനനം ചെയ്യാൻ പാടുള്ളെന്ന നിയമം നടപ്പിലാക്കി. ബൽദേവ് സാർ, നെഞ്ചത്ത് കൈവച്ച് പറ, ഈ നിയമം നടപ്പിലാക്കേണ്ടത് ആരാണ്? അങ്ങനെയുള്ള നിയമത്തെ കൊള്ള ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൊള്ളക്കാരെ തിരിഞ്ഞു പിടിച്ച് കൊണ്ടുവന്ന് അകത്താക്കേണ്ടത് ആരാണ്? അത് കേരള പോലീസ് അല്ലേ? താങ്കൾ പറഞ്ഞ മാതിരി ഒരു BJP നേതാവ്, അയാൾ BJPയിൽ എന്ത് ചുമതലയുണ്ട് എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ ബൽദേവ് സാറിന്റെ കൂടെയാണ് സാർ. ആ രാജ്യദ്രോഹിയെ, ഈ പൊതുമുതൽ കൊള്ള ചെയ്യുന്നവനെ പിടിച്ച് ഉത്തരവാദിത്ത ബോധത്തോടെ ജയിലിൽ അടയ്ക്കേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ പോലീസുമല്ലേ? അവർ മുഖ്യമന്ത്രിയുടെ മകൾക്ക് അത് ചെയ്യാതിരിക്കാൻ കൊടുത്ത പണമാണോ ഈ പണം? അത് മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് എത്തിയത് കൊണ്ടാണോ നടപടിയെടുക്കാത്തത്? താങ്കളോട് ഞാൻ കൃത്യമായി ചോദിക്കും സാർ. അങ്ങനെ BJPക്കാരനാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാമല്ലോ. ബൽദേവ് സാറിനെ പോലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അത്തരം ഒരു തൊഴിലാളി സംഘടനകളെ ഭരിക്കുന്ന വിവരമൊക്കെ അറിയാവുന്ന സാർ, നിങ്ങൾ ശബ്ദമുയർത്തേണ്ടത് അതിനല്ലേ?
പകരം സർ ബൽദേവ് സാറിന് ഒരു കാര്യം അറിയാം, അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം, ഈ നിയമങ്ങളെയൊക്കെ പാറ്റിൽ പറത്തുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിക്ക് അതിന് പങ്ക് കിട്ടുന്നുണ്ട്. ആ പങ്ക് കിട്ടുന്നത് മകളിലൂടെയാണ്. മകൾക്ക് ചെയ്യാത്ത ജോലിക്കാണ് കൂലി കിട്ടിയിരിക്കുന്നത്. മകൾ ചെയ്യാത്ത ജോലിക്ക് മുഖ്യമന്ത്രിക്ക് കൊടുത്ത കൈക്കൂലിയാണ്, അഴിമതിയാണ് ഈ പണം. ഒന്നും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ സർ. നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു തമിഴ്നാട്ടിലേക്ക്, ഞാനത് ഇവിടെ പറയാഞ്ഞിട്ടാ. താങ്കൾ ഒരു കാര്യം പറഞ്ഞത് ശരിയാണ്. ഈ CMRL കൂടെ ഒത്താശയോടെയല്ലേ കേരള തീരത്തുള്ള കൊല്ലം പ്രദേശത്തുള്ള മൂല്യം മതിക്കാൻ പറ്റാത്ത അമൂല്യമായി കരിമണൽ തമിഴ്നാട്ടിലേക്ക് കൊള്ള ചെയ്ത് കൊണ്ടുപോകുന്നതിന് കേരളത്തിലെ ഇടതുപക്ഷവും കേരളത്തിലെ CMRL കേരള സർക്കാരും കൂട്ടുനിൽക്കുന്നു എന്ന് താങ്കൾ തുറന്ന് സമ്മതിക്കുമോ? അത് പരിരക്ഷിക്കേണ്ടത്, ലോ ആൻഡ് ഓർഡർ നടപ്പിലാക്കേണ്ടത് കേരള സർക്കാർ അല്ലേ? നിയമമുണ്ടാക്കലല്ലേ കേന്ദ്രത്തിന്റെ ജോലി? കേന്ദ്രം ആ നിയമം ഉണ്ടാക്കിയത് കാറ്റിൽ പറത്തുന്നത് മരുമകനും റവന്യൂ വകുപ്പ് മന്ത്രിയും കേരളത്തിലെ മുഖ്യമന്ത്രിയുമല്ലേ? അതുകൊണ്ട് ബൽദേവ് സാറേ, നിങ്ങളുടെയും എന്റെയും മക്കളുടെ വരും തലമുറയുടെ ഭാവി ഓർത്ത് ഈ ചാനലുകൾ വന്ന് താങ്കൾ ഇത്തരത്തിൽ ന്യായീകരിക്കുമ്പോൾ എനിക്കറിയാം താങ്കളുടെ മനസ്സാക്ഷി അതിനോടൊപ്പമല്ല. കാരണം ഇത് കേരളത്തിന്റെ പൊതു സ്വത്താണ് സർ, നമ്മുടെ തലമുറയ്ക്ക് അവകാശപ്പെട്ടതാണ്. അത് ഏതെങ്കിലും ഒരു BJP നേതാവിനോ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൈക്കൂലി കൊടുക്കുന്നവനോ കൊള്ള ചെയ്യാനുള്ള പ്രവർത്തനത്തിന് പരോക്ഷമായെങ്കിലും ചാനലുകൾ വന്ന് ന്യായീകരിക്കുമ്പോൾ നമ്മൾ അവർക്കൊപ്പമല്ലേ നിൽക്കുന്നത്? പകരം BJPക്കാരോ മാർക്സിസ്റ്റുകാരോ ഒന്നും നോക്കാതെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കുഴൽനാടനെ പോലെ PV-യിൽ നിന്നും KK-യിൽ നിന്നും OC-യിൽ നിന്നുമൊക്കെ വിഭിന്നമായിട്ട് ഇതൊന്നുമില്ലാത്ത നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന പൊതുസമൂഹം മുന്നോട്ട് വരുമ്പോൾ ന്യായീകരിക്കരുതേ എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ് സാർ ഉള്ളത്. മനസാക്ഷിക്കൊത്ത് പ്രവർത്തിക്കാൻ നിങ്ങളെപ്പോലുള്ള തയ്യാറായാൽ കേരളത്തിലെ വരും തലമുറ രക്ഷപ്പെടും, സാമ്പത്തികമായി കേരളം രക്ഷപ്പെടും. മുഖ്യമന്ത്രിയുടെ ഈ അവിഹിതമായ സമ്പത്ത് നേടാനുള്ള ആർത്തി, മാർക്സിസത്തിനും കമ്മ്യൂണിസ്റ്റ് നിരക്കാത്ത ഈ മോഹം അവസാനിപ്പിക്കാൻ താങ്കളെപ്പോലുള്ളവർ മുന്നോട്ട് വരുന്ന അഭ്യർത്ഥന കൂടിയാണ് സാർ എനിക്കുള്ളത്. ഓക്കെ, എന്തായാലും ഇത് PV-യുടെയും വീണയുടെയും കുടുംബകാര്യമല്ല, CMRL-ഉം എക്സാലോജിക്കും തമ്മിലുള്ള തർക്കം മാത്രമല്ല, കേരളത്തിൻ്റെ പൊതുസ്വത്ത് ആണ് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതി അതിൻ്റെ ഗൗരവത്തോടുകൂടി ഈ വിഷയത്തിൽ നടപടിയെടുക്കും എന്നാണ് ഞങ്ങളെപ്പോലുള്ളവർ കരുതുന്നത്. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.